കുറയ്ക്കാനുള്ള ഒരു 7 വഴികളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൽ ചിലത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതും ചിലത് യൂട്യൂബിൽ നിന്നൊക്കെ തപ്പി അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കി ഏകദേശം വർക്കാവുന്നുണ്ട്. അങ്ങനത്തെ ഒരു 7 വഴികളാണ് ഞാൻ തന്നെ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പം എല്ലാവരെയും പോലെ തന്നെ ഞാനും സ്മാർട്ട് ഫോണൊക്കെ ഒരുപാട് ഉപയോഗിച്ച് ഒരുപാട് ടൈം കളയാറുണ്ട്. അപ്പോൾ ഈ ടൈമൊക്കെ കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉപയോഗിച്ചിട്ട് ജീവിതത്തിൽ എങ്ങനെ ലൈഫൊക്കെ സെറ്റാക്കി എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ വഴി എന്നുള്ളത് ആപ്പ് ടൈമർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവിധ ആൻഡ്രോയിഡ് ഫോണുകളിലും ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ആപ്പ് ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 25 മിനിറ്റ്സ് എത്ര മിനിറ്റാണോ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളത് ആ ടൈമർ അങ്ങ് സെറ്റ് ചെയ്യുക. ആ പ്രത്യേക ടൈം കഴിയും ആപ്ലിക്കേഷൻ ഓട്ടോ ക്ലോസ്ഡ് ആവും. പിന്നെ അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഒന്നാമത്തെ ഒരു ബെസ്റ്റ് കാര്യമാണ്. ഈ സൈഡിൽ കാണുന്ന ഡിജിറ്റൽ വെൽബീയിങ്ങിൻ്റെ അകത്ത് എല്ലാവിധ ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈം ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിച്ചതെന്നൊക്കെ കാണാം. ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഇവിടെയാണ് നമുക്ക് ഓരോ ആപ്പിൻ്റെ ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ 1 മണിക്കൂർ 48 മിനിറ്റ് ഞാൻ യൂട്യൂബ് കണ്ടു. എനിക്ക് അത്രയും യൂട്യൂബ് കാണണ്ട, കൺട്രോൾഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ടൈമർ സെറ്റ് ചെയ്ത് 30 മിനിറ്റ്സ് 35 മിനിറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ള ടൈമർ സെറ്റ് ചെയ്യാം. ഞാനിപ്പം 30 മിനിറ്റിൻ്റെ ഒരു ടൈമർ അങ്ങ് സെറ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം 30 മിനിറ്റിൽ കൂടുതൽ എനിക്കൊരു ദിവസം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് എടുത്താൽ കാണാം, ഞാൻ ഓൾറെഡി ഒരു 1.5 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്കിനി യൂട്യൂബ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയി ഈ ആപ്പ് ടൈമിങ്ങിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എനിക്ക് വീണ്ടും യൂട്യൂബ് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പം നമ്മൾ തന്നെ ആലോചിക്കുക, എനിക്ക് വേണ്ടപ്പെട്ട സമയം ഞാൻ ഓൾറെഡി ഇത്രയും കളഞ്ഞു, ഇനിയും കളയണമെന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ച് വീണ്ടും ടൈമർ ഡിലീറ്റ് ചെയ്ത് യൂട്യൂബ് എടുത്ത് കാണുക. രണ്ടാമത്തെ കാര്യം അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡിസേബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മോട്ടോറോള ഫോണാണ്. റിയൽമി, റെഡ്മി, സാംസങ് ഇങ്ങനത്തെ എല്ലാ ഫോണുകളിലും അവരുടേതായ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്നിട്ട് കുറേ നോട്ടിഫിക്കേഷൻസും കുറേ കാര്യങ്ങളും ഇങ്ങോട്ട് നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അനാവശ്യമായിട്ട് കുറേ ഡിസ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് അങ്ങ് ഡിസേബിൾ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഒരു ആപ്ലിക്കേഷൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോട്ടോറോളൊക്കെ ആണെങ്കിൽ തന്നെ ഇവരുടെ കുറേ തീമിൻ്റെയും കുറേ ഈ വാൾപേപ്പറിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്നിട്ട് ഓരോ വാൾപേപ്പർ അയക്കുമ്പോൾ എനിക്ക് ഓരോ നോട്ടിഫിക്കേഷൻ അയക്കും. അനാവശ്യമായിട്ട് വെറുതെ കുറേ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ അയച്ചു തന്നു. ഇങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഡിസേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ കുറച്ചുകൂടെ ഫോക്കസ് ബെറ്റർ ആവും. ഇനി മൂന്നാമത്തെ കാര്യം നോട്ടിഫിക്കേഷൻസ്, അതായത് സാധാരണ എല്ലാ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഞാനിപ്പം എൻ്റെ ഫോണിൽ അത്യാവശ്യം വെച്ചിരിക്കുന്നത് ഈ ബാങ്കിങ് ആപ്ലിക്കേഷൻസിൻ്റെയും ചില പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസിൻ്റെയും മാത്രം നോട്ടിഫിക്കേഷനാണ് ഞാൻ ആകെ ഓണാക്കി വെച്ചിരിക്കുന്നത്. ബാക്കി ഈ സോഷ്യൽ മീഡിയാസ് പോലത്തെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതിനൊന്നും ഞാൻ നോട്ടിഫിക്കേഷൻ ഒരിക്കലും ഓൺ ചെയ്ത് വെക്കാറില്ല. കാരണം ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷനാണ്. ഇപ്പോൾ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ, ഇപ്പോൾ ഒരാളിരുന്ന് പഠിക്കുന്നു, ഒരു കൊച്ചിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇതാ നിങ്ങളെ ഒരു പോസ്റ്റിൽ ഒരാൾ ടാഗ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ച് ഈ ലോക്ക് സ്ക്രീനിലെ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് ഫോൺ തുറക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമായി യൂട്യൂബായി പഠിക്കുന്ന സമയം ഫുൾ അവിടെ വേസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷൻസിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക, അല്ലാത്തത് ചെയ്യാണ്ടിരിക്കുക. ഇനി അടുത്ത മെത്തേഡാണ് നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. അതിന് ചെയ്യേണ്ടത് സെറ്റിങ്സ് ആപ്പ് തുറക്കുക. സെറ്റിങ്സ് ആപ്പ് തുറന്ന് ഇവിടെ തന്നെ ഇതാ മോട്ടോറോള ഫോൺസിലൊക്കെ നോട്ടിഫിക്കേഷൻ ഇവിടെ തന്നെ ഉണ്ടാവും. വേറെ ഫോണുകളിൽ എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ടാവും. വലിയ തലചുറ്റിക്കുന്ന ഏർപ്പാടൊന്നുമല്ല. സെറ്റിങ്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻസ് എടുക്കുക, ഇവിടെ ആപ്പ് സെറ്റിങ്സിൽ പോവുക, എന്നിട്ട് ഇവിടുന്ന് വേണ്ടാത്ത ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. എൻ്റെ ഞാൻ ബാങ്ക്, പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ്, IRCTC, വാട്സപ്പ് ഇങ്ങനെ അത്യാവശ്യം വരുന്ന ചില ആപ്ലിക്കേഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻ മാത്രമാണ് ഞാൻ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഈ ഫ്ലിപ്കാർട്ട്, OLX, ആമസോൺ, പിന്നെ ഈ സ്ട്രീമിംഗ് സർവീസ് നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി ഇമാതിരി സാധനത്തിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ നോക്കി കാണാം ആമസോണിൻ്റെ ഓഫാണ്. പിന്നെ ഈ ബ്ലിങ്കിറ്റ്, ബുക്ക് മൈ ഷോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടൊക്കെ വെറുതെ ഇന്ന് ഓഫറുണ്ട്, വരൂ ക്ലിക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നമുക്കറിയാം ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോട്ടോ ലൈക്ക് ചെയ്തു, അത് ലൈക്ക് ചെയ്തു, ഇത് ലൈക്ക് ചെയ്തു ഭയങ്കരമായിട്ട് അലമ്പുണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അൺഇൻസ്റ്റാൾ അൺനെസസറി ആപ്സ്, ഇതാണ് ഒരു ബെസ്റ്റ് കാര്യം. ഞാൻ എൻ്റെ ഫോണിൽ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ നേരത്തെ ആപ്പ് ടൈമർ പറഞ്ഞ് സെറ്റ് ചെയ്യുന്ന കാര്യം, അതായത് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ടൈമർ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം. എൻ്റെ കാര്യത്തിൽ ഞാൻ ടൈമറൊന്നും സെറ്റ് ചെയ്തിട്ട് വർക്കായിട്ടില്ല. പലപ്പോഴും
ടൈമറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നേരെ പോയി ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും വലിയ കൺട്രോളൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ഫോണിൽ വെച്ചിട്ടില്ല. ഞാനെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഞാൻ ചെയ്ത 2 മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. ഇതിന് എൻ്റെ ഫോണിൽ അത്യാവശ്യം വേണ്ടത് മാത്രമേ ഉള്ളൂ. വേണ്ട സമയത്ത് ഞാനൊരു ആഴ്ചയിൽ ഒരു ദിവസമോ അല്ല മാസത്തിൽ ഒരു ദിവസമോ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങ് നോക്കും. അത്യാവശ്യം കൂട്ടുകാരുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അറിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. ഇതാണ് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ്. പിന്നെ വേറുള്ളത് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ലാപ്ടോപ്പിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. അതൊന്നും നമ്മൾ ഈ ഫോണിൽ ഉപയോഗിക്കുന്ന അത്ര കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 2 മണിക്കൂർ സ്ട്രെയിലായിട്ട് റീലിങ്ങനെ സ്ക്രോൾ ചെയ്ത് ലാപ്ടോപ്പിൽ ഇരിക്കാൻ നമ്മൾ പറ്റത്തില്ല. അതുകൊണ്ട് ലാപ്ടോപ്പിലാണെങ്കിൽ ഉപയോഗം വളരെ കുറവാണ്. അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തോളൂ. ഞാനത് പറയാൻ കാരണം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 2 മണിക്കൂർ സ്ട്രെയിറ്റ് റീലൊക്കെ റോൾ ചെയ്ത് വെറുതെ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൺട്രോളും ഇല്ല. അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അടുത്തത് യൂട്യൂബിൻ്റെ വാച്ച് ഹിസ്റ്ററി ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ യൂട്യൂബ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഷോർട്സും ഈ ഹോം സ്ക്രീനിൽ വരുന്ന വീഡിയോസും. ഇതെല്ലാം യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം വെച്ചിട്ടാണ്. അതായത് നമ്മൾ ഇത്ര നാളും കണ്ടതും സെർച്ച് ചെയ്തതിൻ്റെയും ഒരു അൽഗോരിതം. എന്നിട്ട് നമ്മുടെ നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് ആണല്ലോ അതിൻ്റെ ബേസിലാണ് ഈ ഹോം സ്ക്രീനിൽ വരുന്ന വീഡിയോസൊക്കെ. അപ്പോൾ ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തത് പോയി യൂട്യൂബിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത ശേഷം വാച്ച് ഹിസ്റ്ററിയും സെർച്ച് ഹിസ്റ്ററിയും ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തുറന്നു കഴിയുമ്പം നിങ്ങളുടെ യൂട്യൂബ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർച്ച് ബാർ മാത്രം ഉണ്ടാവും. യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ നിന്നൊന്നും കാണിക്കത്തില്ല. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് മാത്രം കാണാം. കാരണം എനിക്കുള്ളൊരു ശീലമാണ്, വെറുതെ ഇരിക്കുമ്പോൾ യൂട്യൂബ് വെറുതെ തുറന്ന് നോക്കും. എന്നിട്ട് ഹോം സ്ക്രീനിലുള്ള ഓരോ വീഡിയോസ് ഓരോന്നിങ്ങനെ കാണും. വെറുതെ ടൈമൊന്ന് വേസ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ സാധനം ഓൺ ചെയ്തിരിക്കുന്നുണ്ട്, എൻ്റെ യൂട്യൂബ് തുറന്നാലും ഒന്നുമില്ല, യൂട്യൂബ് എംറ്റിയാണ്. എനിക്ക് അത്യാവശ്യം വേണ്ട എന്തെങ്കിലും സെർച്ച് ചെയ്ത് കാണാം. ആ രീതിയിൽ നമുക്ക് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. എൻ്റെ യൂട്യൂബ് ഇപ്പോൾ ഈ കോലത്തിലാണ്. അതായത് ഒന്നും ഹോം സ്ക്രീനിൽ സജഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ സെർച്ച് എന്തെങ്കിലും എനിക്ക് ആവശ്യമുള്ളത് സെർച്ച് ചെയ്താൽ മാത്രമേ എനിക്ക് ആ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തത്, നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് യുവർ ഡാറ്റ ആദ്യം മാനേജ് ഓൾ ഹിസ്റ്ററി എന്നുള്ള അടിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ എന്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ എനിക്കിവിടെ ഹിസ്റ്ററി ഒന്നും കാണിക്കാനില്ല, കാരണം ഞാനെല്ലാം നേരത്തെ ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റുള്ള ഹിസ്റ്ററി ഫുള്ള് ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞ് യുവർ ഡാറ്റ ഓൺ യൂട്യൂബ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതാ വാച്ച് ഹിസ്റ്ററി ഓഫ്, സെർച്ച് ഹിസ്റ്ററി ഓഫ് എന്നുണ്ട്. ഇത് രണ്ടും അങ്ങോട്ട് ഓഫ് ചെയ്തിടുക. ഇത് രണ്ടും ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഹോം സ്ക്രീൻ കണ്ട പോലെ ആയിരിക്കും നിങ്ങളുടെ യൂട്യൂബ്. അതായത് വെറുതെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ടൈമൊന്നും പരിപാടിയൊന്നുമില്ല, യൂട്യൂബ് തുറന്ന ഒന്നും കാണത്തില്ല. ഷോർട്സിലാണേലും സജഷൻസ് ഒന്നുമില്ല. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഫോൺ അടുത്തുനിന്ന് മാറ്റി വെക്കുന്നതാണ് അടുത്തായിട്ടുള്ള മെയിൻ സ്റ്റെപ്പ്. കാരണം ഫോൺ അടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഒരു കോൾ വരും, ഒരു നോട്ടിഫിക്കേഷൻ വരും, എന്നിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫോൺ എടുത്ത് DND മോഡിലോ സൈലൻറ്റ് മോഡിൽ ഇട്ടിട്ട് ഞാൻ മാറ്റി വെക്കും. ഇങ്ങനെ നമ്മുടെ കൈ എത്തുന്ന ദൂരത്തുനിന്ന് ഞാൻ മാറ്റി വെക്കും. അല്ലെങ്കിൽ വല്ല ഡ്രോയറിലോ കൊണ്ട് അടച്ചു വെക്കും. എന്നിട്ട് എൻ്റെ എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്ത് തീർന്നതിന് ശേഷം മാത്രമേ ഞാൻ വന്ന് ഫോൺ എടുക്കാറുള്ളൂ. അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള സ്റ്റെപ്പ്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ടേക്ക് ആക്ഷൻ. അതായത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അടുത്ത വീഡിയോയിൽ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ടേക്ക് ആക്ഷൻ. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഫോൺ താഴെ വെച്ച് നമ്മുടെ അത്യാവശ്യമുള്ള പണി പോയി ചെയ്യുക എന്നുള്ളതാണ് കാര്യം. പിന്നെ ഞാനും എല്ലാവരെയും പോലെ യൂട്യൂബിൽ കുറേ മോട്ടിവേഷൻ വീഡിയോയും സോഷ്യൽ മീഡിയ എഡിഷനൊക്കെ ഞാൻ കുറയ്ക്കണമെന്ന് വീഡിയോ കാണും. അതിനുശേഷം അടുത്ത വീഡിയോയിലൂടെ സ്ക്രോൾ ചെയ്ത് പോലാണ് പരിപാടി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ട്രൈ ചെയ്യുക, ടേക്ക് ആക്ഷൻ. ഇപ്പം ഞാൻ പണ്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഭയങ്കര വീഡിയോ കണ്ട് മോട്ടിവേറ്റഡ് ആവാറുണ്ട്. പക്ഷേ ഇറങ്ങിയിട്ടൊരു പുഷപ്പ് പോലും ചെയ്തില്ല. പുഷപ്പ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ബോഡിയിൽ മസിൽ വരത്തില്ല. പിന്നെ കുറേ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബോഡിയിൽ മസിൽ തന്നെ പൊങ്ങി വരത്തില്ല. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഫോൺ ഓഫാക്കി വെച്ച് അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു.